எஸ்பி கிட்ட அபிராமி என்ன சொன்னா? சார் டீக்ரிப்ஷன் கீ கேட்ட ஃபோன் கால் தவிர மீதி எல்லாத்தையும் சொல்லிட்டா. அதை பற்றி இது சொல்லக்கூடாதுன்னு அபிகிட்ட சொல்லி வச்சுருந்தேன் சார். வெரி குட். சார் நான் அப்புறம் கால் பண்ணுறேன். நீங்கள் எல்லாரும் கிளம்பலாம். அனந்துவை நாங்கள் பார்த்துக்குறோம். சார் இதுக்கு பின்னாடி பிரகாஷ் தான் இருக்கான். கிரண் அவனுக்காக தான் டேட்டா எடுத்திருக்கான். அப்போ அந்த எஸ்பி ஒருவேளை போலீஸ்க்கு ஒரு காப்பி கொடுக்கறதுக்காக இருந்தா போலீஸ் உங்க மேல கேஸ் ஃபைல் பண்ணுவாங்க. பிரகாஷ்க்கு உங்க கிளைண்ட்ஸோட லிஸ்ட் எல்லாம் கிடைக்கும். ஒருவேளை அவங்க 2 பேரும் சேர்ந்து பண்றாங்களோ? தட்ஸ் எ பாசிபிலிட்டி சார். அதுக்கு മുന്നോടി அந்த பொறுக்கி நாயை போட்டு தள்ள. അനന്ത് ഒരു പാവമായിരുന്നു. ഹി ഡസന്റ് ഡിസേർവ് ദിസ്. നമ്മളിനി എന്ത് ചെയ്യും? കിരണെ എങ്ങനെയെങ്കിലും നമ്മളടുത്ത് എത്തിക്കണം. പക്ഷെ എങ്ങനെ? ഡീക്രിപ്ഷൻ കീ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അനന്ത് എൻ്റെ കയ്യിൽ തന്നതാ. എന്നിട്ട് നീ എന്താ എസ് പി സാറിനടുത്ത് പറയുന്നത്? പറയുന്നത് നന്നായി. എസ് പി സാർ ഇപ്പം അനന്തുവിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ പെൻഡ്രൈവിന് വേണ്ടിയിട്ടാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പോലീസിന് അനന്തുവിനെ കൊണ്ട് കാര്യമില്ല. അവന് ബോധം തെളിയുന്നവരെ അവൻ സേഫാ. അത് കഴിഞ്ഞ് ആരൊക്കെ അന്വേഷിച്ച് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. കിരൺ അല്ലാതെ വേറെ ആരന്വേഷിച്ചാരൻ? എസ് പി സാറിന് കിരണോ അനന്തുവിന് ജീവനോടാണ് ആവശ്യമെങ്കിൽ രാജ്കുമാറിന് നേരെ മറിച്ച അനന്തു ഇല്ലാണ്ടായ എസ് പിയുടെയും കിരണിന്റെയും മുന്നിലുള്ള വഴിയടെ ഇപ്പൊ ശരിക്കും അനന്തുവിന്റെ മുന്നിലുള്ള ത്രെട്ട് രാജ്കുമാറാണ്. അശ്വിൻ, നമ്മൾ എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. ഇനി അനന്തുവിന് ഒരു അപകടം സംഭവിക്കാൻ പാടില്ല.